ശക്തമായ ജനരോഷത്തിന് പിന്നാലെ പാലക്കാട് നഗരസഭയിൽ നൂറ്റാണ്ടുകളായി കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരം നീക്കി തുടങ്ങി. ബയോ മൈനിങ്ങിലൂടെയാണ് ഡ്രഡ്ജിംഗ് ഗ്രൗണ്ടിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കം ചെയ്യുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ ബയോ മൈനിംഗ് വഴി മാലിന്യ സംസ്കരണം. കുപ്പക്കാട് എന്നായിരുന്നു ഈ മാലിന്യ ശേഖരം കുന്നുകൂടിയ പ്രദേശത്തിന്റെ വിളിപ്പേര്. എന്നാൽ ഇനി അവിടം കുപ്പയില്ലാ നാടായി മാറും. ഇതാണ് കൂട്ടുപാതയിലെ ഡ്രഡ്ജിംഗ് ഗ്രൗണ്ട്. ഇവിടെ ഈ കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന് 10-20 വർഷത്തെ പഴക്കമല്ല ഉള്ളത്, 100-ലേറെ വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ ഈ മല പോലെ കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിന്. സംസ്കരിക്കാനോ തരംതിരിക്കാനോ ഒരു വഴിയുമില്ലാത്തതുകൊണ്ടാണ് 100 വർഷമായി ഈ മാലിന്യം ഇവിടെ തന്നെ കെട്ടിക്കിടന്നിരുന്നത്. എന്നാൽ ഇനി പാലക്കാട്ടുകാർക്ക് ഒരു തലവേദനയായി ഈ മാലിന്യം ഇവിടെ ഉണ്ടാവില്ല. വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ 16 കോടി രൂപ ചെലവിട്ട് ബയോ മൈനിങ്ങിലൂടെ ഇവിടെ നിന്ന് ഈ മാലിന്യം നീക്കം ചെയ്യുകയാണ് പാലക്കാട് നഗരസഭ. ബയോ റെമഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാരമ്പര്യമായിട്ട് കൂടിക്കിടന്നിരുന്ന മാലിന്യമാണ്. ആ മാലിന്യം പൂർണ്ണമായും തരംതിരിച്ച് അതിനെ 3 പ്രൊഡക്റ്റാക്കി മാറ്റുകയാണ്. -45, -15 മോളിക്യൂൾസ്. അതുപോലെ തന്നെ അതിനകത്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കുകൾ റീയൂസ് ചെയ്യും. പക്ഷേ ഇത് 15 കിട്ടുന്നതുകൊണ്ട് സാധനം റീയൂസ് ചെയ്യാൻ കഴിയുന്ന അതിനൊന്നും കിട്ടാൻ സാധ്യതയില്ല. ഗുഡ്സ് ഓയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. -15 mm ഉള്ള ഗുഡ്സ് ഓയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ചിക്കാണ് ആ പ്ലാസ്റ്റിക് തരംതിരിച്ച് മാറ്റി സിമെൻറ്റ് ഫാക്ടറികൾക്ക് റിവേഴ്സ്ഡ് റിഫ്യൂസ് ഡെറൈവ്ഡ് ഫ്യൂലായിട്ട് നമ്മൾ സിമെൻറ്റ് ഫാക്ടറിക്ക് നൽകുന്ന പ്രക്രിയയാണ് ഈ പ്രക്രിയ. പാലക്കാട് നഗരസഭയുടെ ഏറെ കാലത്തെ പ്രതിസന്ധിയോട് ഒഴിയുന്നത് ഒരുപക്ഷെ പാലക്കാട് നഗര ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നാൾ വഴിയാണെന്ന് തന്നെ പറയാൻ കഴിയും. വർഷങ്ങളായി കെട്ടിക്കിടന്നിരുന്ന ഈ മാലിന്യം എന്നെങ്കിലും മറ്റൊരു ബ്രഹ്മപുരമാവുമെന്ന ആശങ്കയിലായിരുന്നു പാലക്കാട്ടുകാർ. എന്നാൽ ഈ വരുന്ന മെയ് 31-നകം ഈ മാലിന്യം മുഴുവൻ ബയോ മൈനിങ്ങിലൂടെ ഇവിടെ നിന്ന് നീക്കം ചെയ്യും. ഇനി പാലക്കാട്ടുകാർക്ക് ആശ്വസിക്കാം. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്. മന്ത്രി എം വി രാജേഷ് കുപ്പക്കാട് മാലിന്യമുക്തമാകുന്നതിനെക്കുറിച്ച് പറഞ്ഞത് മാലിന്യ കൂഞ്ഞകൾ ഇല്ലാത്ത കേരളം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണെന്നാണ്. മാലിന്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് നീക്കി ആ സ്ഥലത്തെ നല്ല ഒരു സ്ഥലമാക്കി മാറ്റുക എന്നുള്ളത്. അതിനായിട്ട് എല്ലാവർക്കും അവരവരുടേതായ പങ്ക് വഹിക്കണം.